ഹായ് ഫ്രണ്ട്സ്, ബി4 ടെക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വളരെ നല്ലൊരു ട്രൈപോഡുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിന്റെ റിവ്യൂ ആണ്. കാരണം ഞാനിത് ഏകദേശം ഒരു മാസത്തോളമായി യൂസ് ചെയ്യുന്ന ട്രൈപോഡാണ്. എനിക്കിത് ബെറ്റർ ആയിട്ട് തോന്നിയത് കൊണ്ട് നിങ്ങളെ കൂടെ പരിചയപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് മിനി 3-in-1 പോർട്ടബിൾ ട്രൈപോഡാണ്. അത് 3 രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. അത് ഈ ട്രൈപോഡാണ് ഞാൻ ഈ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ വാങ്ങിയത്. വളരെ യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ നമുക്കിത് കണ്ടാൽ അറിയാം, ഇതിന്റെ ഓരോ ഭാഗങ്ങളും വിശദീകരിച്ച് തന്നെ നമുക്കിത് മനസ്സിലാക്കാം. എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇതിന്റെ പാക്കേജ് ക്വാളിറ്റി കുറച്ച് മോശമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വരുത്തിയതാണ്. അതുപോലെ തന്നെ ഇതിന്റെ പ്രൊഡക്റ്റ് ക്വാളിറ്റി വളരെ നമുക്ക് യൂസ്ഫുള്ളുമാണ്. അതുപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റി ഒക്കെ നല്ലതാണ്. ഇതിൻ്റെ അകത്ത് വരുന്നത് ഒരു ചാർജിങ് കേബിളാണ്. സാധാ പോർട്ട് ഒരു ചാർജിങ് കേബിളും മൈക്രോ പോർട്ട് ചാർജിങ് കേബിളും. അതുപോലെ തന്നെ ഇത് വരുന്നത് ഈ ലെവലിലാണ്. കാരണം ഇത് നമുക്കൊരു പോക്കറ്റിൽ യൂസ് ചെയ്യാവുന്ന പരുവത്തിലുള്ള ഒരു ട്രൈപോഡാണ്. കാരണം ഇതുകൊണ്ട് ഏറ്റവും ഒതുങ്ങിയ രീതിയിൽ നമുക്കിത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് നമുക്ക് ഇതുപോലെ നല്ല, കാരണം ഇതിൻ്റെ ക്വാളിറ്റി, ഇവിടുത്തെ ക്വാളിറ്റിയൊക്കെ ഇപ്പോൾ ഏറ്റവും നല്ല ക്വാളിറ്റിയിലാണ് ഇത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് നമുക്ക് ഇതിപ്പം ഏകദേശം ഹൊറിസോണ്ടലായിട്ട് നമുക്ക് മൊബൈൽ അറ്റാച്ച് ചെയ്യാം. അതുപോലെ തന്നെ ഇത് വെർട്ടിക്കലായിട്ടും മൊബൈൽ അറ്റാച്ച് ചെയ്യാം. കാരണം ഞാൻ ഇതിൻ്റെ അകത്തൊരു മൊബൈൽ യൂസ് ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ വെർട്ടിക്കലായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഇത് ഹോൾഡ്, ഇത് വളരെ നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. കാരണം ഇത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും, ഫോൺ പെട്ടെന്നൊന്നും ഇതിൽ നിന്ന് പോകത്തില്ല. നിങ്ങൾക്ക് ഇത് കണ്ടോ, നല്ലൊരു ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റി വളരെ നല്ലൊരു ക്വാളിറ്റി തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഇത് നല്ല രീതിയിൽ മൊബൈൽ നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഇതിൻ്റെ അകത്ത് അറ്റാച്ച് ചെയ്തിരിക്കും. അത് ഈ ലെവലിൽ നമുക്ക് ഹാൻഡിൽ ചെയ്ത് ഉപയോഗിക്കാം. വളരെ മനോഹരമായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്. നമ്മൾ തീർത്തും നമ്മൾ ഒരു വെട്ടമില്ലാത്ത ഏരിയയിൽ അല്ലെങ്കിൽ ഇരുട്ട് നിറഞ്ഞ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് രാത്രിക്കൊന്ന് ഷൂട്ട് ചെയ്യണമെങ്കിലും ഇങ്ങനൊരു ഇത് കണ്ടോ, ഇത് നമുക്ക് 2 ടൈപ്പായിട്ട് ഇതിൻ്റെ ലൈറ്റ് നമുക്ക് കൂട്ടാം. ആദ്യം ഒന്ന് പ്രസ് ചെയ്താൽ ഈ ലൈറ്റും, രണ്ടാമത് പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ വളരെ മനോഹരമായിട്ട് തന്നെ എനിക്ക് തോന്നി. ആവശ്യത്തിനുള്ള ലൈറ്റ് ഉണ്ട്. ഇപ്പോൾ ഇത് ഇത്രയും പ്രകാശമുള്ള ഏരിയയിൽ വെച്ച് ഷൂട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കിതിങ്ങനെ തോന്നുന്നത്. തീർത്തും ഇരുട്ടുള്ള ഒരു സമയത്താണെങ്കിൽ നമുക്കിതൊരു നല്ല ലൈറ്റായിട്ടാണ് തോന്നുന്നത്. ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് നമുക്ക് അതുപോലെ തന്നെ ഇത് ഈ ക്വാളിറ്റി ഇതിങ്ങനെ തിരിച്ചു കഴിയുമ്പോൾ നമുക്കത് ഹൊറിസോണ്ടലായിട്ടും വീഡിയോ ഷൂട്ട് ചെയ്യാം. ഏറ്റവും നല്ല ഈ ഇതിലാണ്, അത് ഫിറ്റിലാണ് ആ ഫോൺ അവിടെ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. നമുക്ക് അവിടെയും അങ്ങനെ യൂസ് ചെയ്ത് നമുക്ക് വീഡിയോസ് കാണാം. ഇതിന് വന്നിരിക്കുന്നത് 3 ലെഗ് ആണ്. അത് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോഴും ഇതൊക്കെ നല്ല ക്വാളിറ്റിയാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ്. അത് നമുക്കിങ്ങനെ സ്റ്റാൻഡ് ചെയ്ത് നമുക്ക് ഒരു യൂട്യൂബേഴ്സിനൊക്കെ വളരെ ഉപയോഗപ്രദമായ രീതിയിൽ നമുക്കിത് സ്റ്റാൻഡ് ചെയ്ത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 1.5 അടിയോളം, ഏകദേശം 18 ഇഞ്ചോളം ഹൈറ്റിൽ നമുക്കിതിനെ ഉയർത്തുകയും ചെയ്യാം. ഇതിന്റെ ഈ റൊട്ടേറ്റിംഗ് സിസ്റ്റം അത് നമുക്ക് ഇത്രയും ഏറ്റവും ഹാൻഡിൽ ചെയ്ത് ഈ ലെവലിൽ തന്നെ നമുക്ക് വീഡിയോ ഏറ്റവും താഴെ ഒരു കുക്കറി ചാനലൊക്കെ ആണെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ സ്റ്റാൻഡ് ചെയ്ത് നമുക്ക് അത് വീഡിയോ പിടിക്കാൻ സാധിക്കുന്നതാണ്. ഈ പൊസിഷനിലൊക്കെ നമുക്കത് യൂസ് ചെയ്യാം. അപ്പോൾ അതൊരു നല്ല ഈ പൊസിഷൻ യൂസ് ചെയ്യുമ്പോഴും ഇവിടെ ഒരു നല്ലൊരു ക്വാളിറ്റിയാണ്. ഇതിന്റെ ജോയിന്റ്സിനൊക്കെ നല്ലൊരു ക്വാളിറ്റിയാണ് തന്നിരിക്കുന്നത്. നല്ലൊരു ബിൽഡിംഗ് ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് നിങ്ങളെ ഇത് ഞാൻ പരിചയപ്പെടുത്താൻ തയ്യാറായത് തന്നെ. ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുമ്പോൾ ഇതിന്റെ അകത്ത് ഇതിന് ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയത് ഇതിനൊരു ബ്ലൂടൂത്ത് റിമോട്ട് ഉണ്ട്. ആ ബ്ലൂടൂത്ത് റിമോട്ട് ഞാനിത് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ ഞാൻ ഫോണിൽ ബ്ലൂടൂത്ത് ഓണാക്കുകയാണ്. ഇതിലെ ബ്ലൂടൂത്ത് ഓണാക്കാൻ വേണ്ടി കുറച്ച് സമയം നമ്മളിങ്ങനെ ഹാൻഡിൽ ചെയ്ത് പ്രസ് ചെയ്ത് പിടിക്കണം. അപ്പോൾ അത് ഈ ലൈറ്റ് ബ്ലിങ്ക് ആവും. അവിടെ നമുക്ക് ബ്ലൂടൂത്ത് അത് കണക്റ്റ് ആവും. അപ്പോൾ ഈ ബ്ലൂടൂത്ത് ഞാനിവിടെ കണക്റ്റ് ആക്കി. ഈ ബ്ലൂടൂത്ത് കണക്റ്റ് ആക്കിയപ്പോൾ എനിക്ക് ഈ ഫോട്ടോ ഞാനിത് ഈ ഫോണിൽ ടച്ച് ചെയ്യാതെ എനിക്ക് എടുക്കണം. ഇത് നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാം. ഞാൻ ഇതിലൊന്ന് പ്രസ് ചെയ്യുക. ആ ഫോട്ടോ അവിടെ എടുത്തു. അതുപോലെ തന്നെ എനിക്ക് വീഡിയോ ഞാൻ വീഡിയോയുടെ ഫംഗ്ഷനിൽ ഇട്ടിട്ടുള്ളൂ. വീഡിയോ ഇവിടെ ഞാൻ ഓണാക്കിയിട്ടില്ല.
ഞാൻ ഈ ബ്ലൂടൂത്ത് ഡിവൈസിൻ്റെ ഈ ട്രൈപോയിഡിൻ്റെ ഈ ഡിവൈസിലൂടെ അല്ലെങ്കിൽ ഈ കണക്ടറിലൂടെ ഞാൻ ഇത് ഓണാക്കിയാണ്. വീഡിയോ ഇവിടെ ഓണായത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം. നല്ല യൂസ്ഫുൾ ആണിത്. അതുപോലെ തന്നെ നമുക്ക് ആ വീഡിയോ ഇവിടെ ഓഫ് ചെയ്യുകയും ചെയ്യാം. വീഡിയോ ഞാനിവിടെ ഓഫ് ചെയ്യുകയാണ്. കറക്റ്റായിട്ട് വീഡിയോ ഓഫ് ചെയ്തെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമുക്ക് ഈ ബ്ലൂടൂത്ത് കണക്ടർ നമുക്ക് ഇവിടുന്ന് ഡീഅറ്റാച്ച് ചെയ്യാം. അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഞാൻ ഇവിടെ പ്രസ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ കുറച്ച് ഇത് ഉയർത്തുകയാണ്. ഉയർത്തിയിട്ട് ഞാൻ ഇത് ഇവിടുന്ന് ഇത് കണ്ടോ, നമുക്കിത് ഈ കണക്ടർ ഇതുപോലെ നമുക്ക് ഇവിടുന്ന് ഡിസ്കണക്ട് ചെയ്ത് നമുക്ക് എടുക്കാം. ഡീഅറ്റാച്ച് ചെയ്ത് എടുത്ത് ഞാൻ എടുത്ത് ഇപ്പം ഈ കണക്ടർ എൻ്റെ കയ്യിലാണ്. നിങ്ങൾക്ക് ഇത് കാണാം. വളരെ ചെറിയ ഒരു കണക്ടറാണ്. അത് എൻ്റെ കയ്യിലാണ്. ഇനി ഞാൻ ഇവിടെ വെച്ചൊരു വീഡിയോ എടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കയ്യിലാണ് ഈ കണക്ടർ, നിങ്ങൾക്കത് മനസ്സിലാവും. ഞാനിവിടെ വെച്ചൊരു ഇത് വീഡിയോ ആയിട്ട് എടുക്കുകയാണ്. വീഡിയോ എടുക്കാൻ നമുക്ക് ഇങ്ങനെ സാധിക്കും. അതുപോലെ തന്നെ നമുക്കത് ഓഫ് ചെയ്യാം. അതുപോലെ നമുക്കിങ്ങനെ ഫോട്ടോസും നമുക്ക് ഇതുപോലെ എടുക്കാം. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രൈപോഡ് ആണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് അണ്ടർ 300 ആണ്. അപ്പം ആ വിലയിൽ നല്ലൊരു ട്രൈപോഡ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം ഇതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ലിങ്കിൽ നിന്ന് ഇത് വാങ്ങി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത്രയും ലെന്തിൽ നമുക്ക് നല്ലൊരു സെൽഫി സ്റ്റിക്കായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ റിമോട്ട് കൺട്രോൾ നമുക്ക് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ സെൽഫി എടുക്കുകയും ചെയ്യാം. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു നേട്ടം. ഇത് സ്റ്റീലാണ്. ഇത് വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഇതിനുണ്ട്. അതുകൊണ്ട് ഇത് നല്ല രീതിയിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം. നമുക്ക് ഈ ചാർജിങ് കേബിൾ യൂസ് ചെയ്യുന്നത് എവിടെയാണെന്ന് നിങ്ങളെ കാണിച്ചു തന്നിട്ടില്ല. അതൊന്ന് കാണിച്ചു തരാം. ചാർജിങ് കേബിൾ നമ്മൾ ഈ ലൈറ്റ് ചാർജ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ കേബിൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടെ ലെന്തി ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അതിന് നമുക്ക് നമ്മളുടെ മൊബൈലിൻ്റെ ചാർജ് കേബിൾ ഇതിന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെയാണ് ഇതിന്റെ ഗുണങ്ങൾ. അതിന്റെ ഗുണങ്ങളിൽ ഒന്നാണ് ഈ ഡിവൈസ്. കാരണം ഇതിന് ബ്ലൂടൂത്ത് കണക്ടറാണ്, ഈ റിമോട്ട് കൺട്രോളർ. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.